നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ പരശുരാമനെ പറ്റിയുള്ള അറിവുകളാണ്. ഹൈന്ദവ പുരാണ പ്രകാരം സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് പരശുരാമൻ. പരശു അഥവാ മഴു ആയുധമാക്കിയവൻ, അതുകൊണ്ടാണ് പരശുരാമൻ എന്നുള്ള പേര് വന്നത്. ദ്വാപര യുഗത്തിൽ ഭീഷ്മരുടെയും ദ്രോണരുടെയും കർണന്റെയും ആയോധനകലയിലെ ഗുരുവായിരുന്നു പരശുരാമൻ. ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായ കൽക്കിയുടെ ഗുരുവും പരശുരാമനായിരിക്കുമെന്ന് പുരാണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വിഷ്ണു പുരാണത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥ. ദുഷ്ടജന നിഗ്രഹത്തിനും ലോക സംരക്ഷണത്തിനും വേണ്ടി ഭഗവാൻ ശ്രീ മഹാവിഷ്ണു അവതരിച്ച 6ാമത്തെ അവതാരമാണ് പരശുരാമൻ. ഋചീക മഹർഷിക്ക് സത്യവതിയിൽ ഉണ്ടായ പുത്രനാണ് ജമദഗ്നി മഹർഷി. ഇക്ഷ്വാകു വംശത്തിലെ പ്രസേനജിത്ത് മഹാരാജാവിന്റെ പുത്രിയായിരുന്ന രേണുകയെ ജമദഗ്നി മഹർഷി വിവാഹം കഴിച്ചു. നർമ്മദാ നദിക്കരയിൽ ഒരാശ്രമം ഉണ്ടാക്കി ജമദഗ്നി മഹർഷിയും രേണുകയും താമസിച്ചു വന്നിരുന്ന കാലം. അവർക്ക് 4 പുത്രന്മാരുണ്ടായിരുന്നു. അങ്ങനെ 5ാമത്തെ പുത്രനായി ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ ജനിക്കുകയാണ്. 5ാമത്തെ പുത്രന് അവർ രാമൻ എന്ന് പേരിട്ടു. ഭൃഗുവംശത്തിൽ ജനിച്ച് അദ്ദേഹത്തെ ഭാർഗവരാമൻ എന്നറിയപ്പെട്ടു. ബ്രാഹ്മണ കുമാരനായിട്ടാണ് വളർന്നതെങ്കിലും വേദ അധ്യയനത്തെക്കാൾ കൂടുതൽ ധനുർവിദ്യയിലും ആയോധന കലകളിലുമായിരുന്നു താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത്. ധനുർവിദ്യ കൂടുതലായി അഭ്യസിക്കണമെന്നുള്ള മോഹവുമായി ഹിമാലയത്തിൽ ചെന്ന് ശ്രീ പരമേശ്വരനെ കഠിനമായി തപസ് ചെയ്തു. അങ്ങനെ വർഷങ്ങളോളം നീണ്ടുനിന്ന തപസ്സിനൊടുവിൽ ഭഗവാൻ പരമേശ്വരൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. രാമന്റെ തപസ്സിൽ സംപ്രീതനായ മഹാദേവൻ ധനുർവിദ്യ അഭ്യസിപ്പിക്കുകയും വിശേഷപ്പെട്ട ഒരു മഴു, അതായത് പരശു സമ്മാനമായി നൽകുകയും ചെയ്തു. അന്നു മുതലാണ് രാമൻ പരശുരാമൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഒരിക്കൽ മുനിപത്നി രേണുക ജലമെടുക്കാനായി നർമ്മദാ നദിയുടെ തീരത്തെത്തി. ചിത്രസേനൻ എന്ന ഗന്ധർവനും അപ്സരസ്ത്രീകളുമായി ജലക്രീഡയിൽ ഏർപ്പെട്ടിരുന്ന സമയമായിരുന്നു അത്. ഇവർ കടലിലുള്ളതുകൊണ്ട് ജലമെടുക്കാതെ രേണുക മടിച്ചു നിന്നു. മാത്രമല്ല, ഇവരുടെ സന്തോഷകരമായ ജലക്രീഡ കണ്ട് കുറെ നേരം അവിടെ രേണുക നോക്കിയിരുന്നു. ഈ സമയത്ത് ദാഹിച്ചു വരഞ്ഞ ആശ്രമത്തിലെത്തിയ ജമദഗ്നി മഹർഷി രേണുകയെ കാണാതെ കോപാകുലനായി. കുറെ നേരത്തിന് ശേഷമാണ് രേണുക ജലവുമായി ആശ്രമത്തിലെത്തിയത്. താമസിച്ചെത്താനുണ്ടായ കാരണം ചോദിച്ചറിഞ്ഞ ജമദഗ്നി മഹർഷിയുടെ കോപം ഇരട്ടിയായി. രോഷാകുലനായ ജമദഗ്നി മഹർഷി തന്റെ പുത്രന്മാരെ വിളിച്ച് അമ്മയെ കൊന്നുകളയാൻ ആജ്ഞാപിച്ചു. ഈ ആജ്ഞ കേട്ട് ഭയന്നു നിറച്ച മുനികുമാരന്മാർ അച്ഛന്റെ ആജ്ഞ തിരസ്കരിച്ചു. അങ്ങനെ പരശുരാമനോട് ജമദഗ്നി മഹർഷി അമ്മയെ വധിക്കാൻ ആവശ്യപ്പെട്ടു. അമ്മയോടുള്ള അടങ്ങാത്ത സ്നേഹം മനസ്സിലുണ്ടെങ്കിലും അച്ഛന്റെ ആജ്ഞ ധിക്കരിക്കാൻ പരശുരാമൻ തയ്യാറായില്ല. തൽക്ഷണം പരശുരാമൻ തന്റെ അമ്മയുടെ ശിരസ്സ് ഛേദിച്ചു. അച്ഛന്റെ വാക്ക് അനുസരിച്ചെങ്കിലും അമ്മയുടെ ചേതനയേറ്റ ശരീരം കണ്ട് പരശുരാമൻ മോഹാലസ്യപ്പെട്ടു വീണു. തന്റെ മകൻ ബോധരഹിതനായി കിടക്കുന്നത് കണ്ട് ജമദഗ്നി മഹർഷി ജലം തളിച്ച് പരശുരാമനെ ഉണർത്തി. അമ്മയോടുള്ള സ്നേഹത്താലും തന്റെ ആജ്ഞ നിറവേറ്റിയതിനാലും പരശുരാമനിൽ ജമദഗ്നി മഹർഷി സന്തുഷ്ടനായി. ഇഷ്ടമുള്ള എന്ത് വരം ചോദിച്ചു കൊള്ളാനും പരശുരാമനോട് ജമദഗ്നി മഹർഷി പറഞ്ഞു. തനിക്ക് ആകെ ഒരു വരം മാത്രമേ ആവശ്യമുള്ളൂ, അത് തന്റെ അമ്മയുടെ ജീവൻ തിരിച്ചു നൽകണമെന്നായിരുന്നു. അങ്ങനെ ജമദഗ്നി മഹർഷിയുടെ വരം പ്രകാരം രേണുക പുനർജീവിച്ചു. പരശുരാമന്റെ ജീവിതകാലത്തെ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു കാർത്തവീര്യാർജുനൻ. ഈ രാജാവിനെ ആപവൻ എന്ന മുനി ശപിച്ചതിന്റെ ഫലമായി തന്നെയാണ് പരശുരാമന്റെ ജന്മവും. ഒരിക്കൽ കാർത്തവീര്യാർജുനൻ ഒരു വനമഗ്നിക്കിരയാക്കി. വനത്തിൽ തീ പടർന്നതോടെ എണ്ണമറ്റ നിരാലംബരായ കുറെ ജീവികൾ മരണപ്പെട്ടു. ആ വനത്തിൽ താമസമാക്കിയ ആപവൻ എന്ന മുനിയുടെ തപോവനവും കത്തിനശിച്ചു. ഈ തീയിൽ നിന്ന് പൊള്ളലേറ്റ മുനിവര്യൻ കാർത്തവീര്യാർജുനെ ശപിച്ചു. മഹാവിഷ്ണു മനുഷ്യജന്മമായി അവതരിച്ച് കാർത്തവീര്യാർജുനനെ കൊല്ലുമെന്നായിരുന്നു ശാപം. ഈ ശാപത്തിന്റെ ഫലമായാണ് പരശുരാമ അവതാരം. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ കാർത്തവീര്യാർജുനൻ സൈന്യസമേതം ജമദഗ്നി മഹർഷിയുടെ ആശ്രമം സന്ദർശിച്ചു. വിശപ്പും ദാഹവും കൊണ്ട് തളർന്നാണ് രാജാവും കൂട്ടരും എത്തിയത്. ജമദഗ്നി മഹർഷി അവരെ യഥാവിധി സ്വീകരിച്ചു. കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പോകാമെന്ന് മുനി ആ രാജാവിനോട് പറയുകയും ചെയ്തു. തനിക്കും തന്റെ ഇത്രയും വലിയ സൈന്യത്തിനും കൂടി ഭക്ഷണം നൽകാൻ എന്താണ് ഈ ആശ്രമത്തിലുള്ളതെന്ന് കാർത്തവീര്യാർജുനൻ അത്ഭുതപ്പെട്ടു. അവർ കുളി കഴിഞ്ഞ് വന്നതോടുകൂടി വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ജമദഗ്നി മഹർഷി അവർക്ക് വേണ്ടി ഒരുക്കിയത്.
ഇത് ജമദഗ്നി മഹർഷിയുടെ പക്കലുള്ള കാമധേനു എന്ന പശുപാലാണ് സാധ്യമായതെന്ന് കാർത്തികവീര്യാർജുനൻ മനസ്സിലാക്കി. അവിടെ നിന്ന് ഭക്ഷണം കഴിഞ്ഞ് മടങ്ങിയ കാർത്തികവീര്യാർജുനൻ ഈ കാമധേനുവിനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ വിവരം ധരിപ്പിക്കാനായി ജമദഗ്നി മഹർഷിയുടെ പക്കലേക്ക് സൈന്യത്തെ അയച്ചു. ഒരു കാരണവശാലും ജമദഗ്നി മഹർഷി കാമധേനുവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ബലപ്രയോഗത്തിലൂടെ കാമധേനുവിനെ സൈന്യം കാർത്തികവീര്യാർജുനന്റെ പക്കലേക്ക് കൊണ്ടുപോയി. സൈന്യം അപഹരിച്ചു കൊണ്ടുപോയ കാമധേനുവിനെ പിന്തുടർന്ന് ജമദഗ്നി മഹർഷി ചെല്ലുകയും കാർത്തികവീര്യാർജുനൻ ജമദഗ്നി മഹർഷിയെ വധിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് അവിടേക്ക് എത്തിയ പരശുരാമൻ തന്റെ അച്ഛനായ ജമദഗ്നി മഹർഷിയെ കൊല ചെയ്ത കാർത്തികവീര്യാർജുനനെയും ക്ഷത്രിയ വംശത്തെയും ഉന്മൂലനം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തു. ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ പ്രതികാരദാഹവുമായി അദ്ദേഹം മഹിഷ്മതി നഗരത്തിലേക്ക് ചെന്നു. ദുഷ്ടരാജാക്കന്മാരുടെ ഭരണം കൊണ്ട് നാട് നശിക്കുന്നതും പ്രജകൾ നരകിക്കുന്നതും കണ്ടുമെടുത്ത പരശുരാമന് തന്റെ സ്വന്തം അനുഭവം കൂടി ആയപ്പോൾ ഈ ദുരിതത്തിന് അറുതി വരുത്തിയേ മതിയാവുമെന്ന് ചിന്തിച്ചു. അഗ്നിവർഷം പോലെ ഹേഹേ രാജധാനി ആഞ്ഞടിച്ച പരശുരാമൻ കാർത്തികവീര്യാർജുനനെയും ക്ഷത്രിയ വംശത്തെയും ആകെ തന്നെ 21 തവണ കൊന്നൊടുക്കി. വധിക്കപ്പെട്ട ക്ഷത്രിയ രാജാക്കന്മാരുടെ രക്തം 5 കുളങ്ങളിൽ നിറച്ചു വെച്ചു. ഇവയാണ് സമന്ത പഞ്ചകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ സമന്ത പഞ്ചകങ്ങളിൽ വെച്ചാണ് തന്റെ അച്ഛനായ ജമദഗ്നി മഹർഷിയുടെ ഭരണാനന്തര കർമ്മങ്ങൾ പരശുരാമൻ നിർവഹിച്ചത്. മറ്റ് 4 സഹോദരന്മാർ പിതാവിന്റെ ബലികർമ്മങ്ങൾ ജലം കൊണ്ട് നടത്തിയപ്പോൾ പരശുരാമൻ ക്ഷത്രിയരുടെ രക്തം കൊണ്ടാണ് പിതൃകർമ്മങ്ങൾ നടത്തിയത്. അങ്ങനെ ക്ഷത്രിയയുടെ വധത്തോടെ പിടിച്ചെടുത്ത ഭൂമി മുഴുവൻ കശ്യപനും ബ്രാഹ്മണർക്കും ദാനമായി നൽകി. അങ്ങനെ അവിടെ നിന്ന് യാത്രയായ പരശുരാമൻ ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് ചേരുകയും അവിടെ നിന്ന് വരുണദേവനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥനയിൽ പ്രത്യക്ഷപ്പെട്ട വരുണദേവൻ തന്റെ പരശുരാമന്റെ മഴു സമുദ്രത്തിലേക്ക് എറിയുകയും അതിൽ പ്രത്യക്ഷപ്പെടുന്ന ഭൂമി താൻ സ്വന്തമായി എടുക്കുകയും ചെയ്യാൻ പരശുരാമനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വരുണദേവന്റെ ആജ്ഞപ്രകാരം തന്റെ മഴു സമുദ്രത്തിലേക്ക് എറിയുകയും അവിടെ നിന്ന് ഉയർന്നു വന്ന സ്ഥലം, അതായത് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗോകർണം വരെയുള്ള സ്ഥലം ഉയർന്നു വരികയും പിന്നീട് ഇത് കേരളമായി മാറി എന്നത് കേരളോൽപ്പത്തി കഥകളിൽ പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ സപ്ത ചിരഞ്ജീവികളുടെ ആളായ പരശുരാമൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പുരാണ പ്രകാരം പറയുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ പരശുരാമ അവതാര ലക്ഷ്യം പൂർത്തിയായി. എങ്കിലും ശ്രീരാമ അവതാരത്തിൽ പരശുരാമന്റെ കഥകൾ പരാമർശിക്കുകയും ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണന്റെ അവതാരത്തിലും പരശുരാമനെ പറ്റി പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പരശുരാമസ്വാമി ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം. പിതൃകർമ്മങ്ങൾക്ക് ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് പരശുരാമസ്വാമി ക്ഷേത്രം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.